السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ജീവിതത്തിൽ പരാജിതരായ മനുഷ്യരെ ആരാണെന്നും കർമ്മങ്ങൾ എങ്ങനെയാണ് നിഷ്ഫലമായി പോകുന്നതെന്നും അതിന് കാരണം എന്താണെന്നും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത സുഹൃതങ്ങൾ ബാത്തിലായി പോകാനുണ്ടാകുന്ന അല്ലെങ്കിൽ ബാത്തിലായി പോകാനുണ്ടായ കാരണങ്ങളെ അള്ളാഹു എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നും നമ്മൾ വിശാലമായിട്ട് പറഞ്ഞു. ജീവിതത്തിൽ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗത്തെ പറഞ്ഞതിന് ശേഷം കർമ്മങ്ങൾ സ്വീകാര്യമാകുന്ന അത് സ്വർഗപ്രവേശനത്തിന് എങ്ങനെയാണ് ഇനി കാരണമാകുന്നത് എന്ന് ഉണർത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ് ഇനി ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. ഇന്നല്ലദീന ആമനു, നിശ്ചയം അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ച ഒരു വിഭാഗം, വഅമിലുസ് സ്വാലിഹാത്തി, എന്നിട്ട് സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, നുസുലൻ, ഏറ്റവും ആദരിക്കപ്പെടുന്ന നന്നായി ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. ഖാലിദീന ഫീഹ, അതിലവര് ശാശ്വതമായി വസിക്കുന്നവരും, ലാ യബ്ഗൂന അൻഹാ ഹിബല, അതിനപ്പുറം മറ്റൊന്ന് തേടിപ്പോവാത്തവരുമാണ്. അത് തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂർത്തമായ ആഘോഷവും അതുപോലെ തന്നെ അവരുടെ ആനന്ദവും എന്ന് അള്ളാഹു ഇവിടെ ഈ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇന്നല്ലദീന ആമനു, നിശ്ചയം അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവര്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാല് അത് ഷർത്തുല്ലി ഖബൂലിൽ അമലി, കർമ്മം സ്വീകരിക്കാനുള്ള ഒരു ഷർത്താണ്, നിബന്ധനയാണ്. പിന്നെ എന്താണ് ഈമാന്? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു പ്രായത്തിലേ പഠിക്കുന്ന ഒന്നാണ് ഈമാന് എന്ന് പറയുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈമാനി എന്നുള്ളത് ഭൂരിപക്ഷ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും പ്രവാചകന്മാര് അതിനപ്പുറം നിന്നുകൊണ്ടാണ് ലോകത്തോട് സംസാരിക്കുന്നതും കാര്യങ്ങളെ വിലയിരുത്തി കാര്യങ്ങളെ നേരിൽ അനുഭവിച്ച് കണ്ടുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പൽ ഈമാനു മൽ ഈമാനു എന്ന് ചോദിച്ചാൽ, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ പറയാൻ കഴിയും, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ശർറിഹി എന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്രായത്തിലേ പഠിച്ചു വെച്ച ഒന്ന് നമ്മൾ ആവർത്തിച്ച് പറയും. അതിനെ നേർചൊവ്വേ നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് 6 കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിലൊന്നാമത്തതാൻ തുഅ്മിന ബില്ലാഹി, പ്രപഞ്ചനാഥനായ, സ്രഷ്ടാവായ, പരിപാലകനായ, എല്ലാ ആധിപത്യവും പുലർത്തുന്ന സർവേശ്വരനായ നാഥനിൽ നീ പൂർണാർത്ഥത്തിൽ നിർഭയത്വം പ്രാപിക്കണം. നമ്മുടെ ലളിത ഭാഷയിൽ പറഞ്ഞാൽ നീ വിശ്വാസം അർപ്പിക്കണം. വിശ്വാസം എന്നുള്ളത് അത് ദുർബലരായ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അഥവാ
നമ്മുടെ കണ്ണിന്റെ മറ നീക്കപ്പെടാത്ത ഭൂരിപക്ഷ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഒന്നാമതായി അള്ളാഹുവിൽ നീ വിശ്വസിക്കണം, നിർഭയത്വം പ്രാപിക്കണം. മലായികത്തിഹി, മാലാഖമാരിൽ വിശ്വാസം അർപ്പിക്കണം. ഇപ്പൊ മാലാഖമാര് എന്തിന്റെ അടയാളാണ്? അവര് അള്ളാഹുവിന്റെ ക്യാമറ കണ്ണുകളാണ്. അതിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. മാലാഖമാരുണ്ട്. മാലാഖമാര് നമ്മുടെ കർമ്മങ്ങളെ നോട്ട് ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ മനുഷ്യനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതില് അള്ളാഹു ലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ നാഥൻ ആരെയും ആക്രമിക്കൂല എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒന്ന് മാലാഖമാരുടെ റിപ്പോർട്ടാണ്. വമാ തൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈക റഖീബുൻ വഅതീദ്, നിങ്ങൾ ഉച്ചരിക്കുന്ന ഒരു വചനം പോലും നാം വിട്ടേച്ചു പോകുന്നില്ല, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേഖകൾ നമ്മുടെ കയ്യിൽ നൽകുന്ന വിശ്വസ്തരായ സൂക്ഷ്മശാലികളായ അള്ളാഹുവിന്റെ ദാസന്മാരായ മാലാഖമാർ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ നൽകിക്കൊണ്ടാണ് നാളെ അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുക. അബ്ദുൽ കരീം സൈദാനെല്ലാം പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ക്യാമറ കണ്ണുകളാണ് ചില മാലാഖമാർ. അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശം കൊണ്ടാണ്. അപ്പൊ പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന കുറെ വസ്തുതകളുണ്ട്. മാലാഖമാരുടെ പ്രവർത്തന മണ്ഡലത്തിന്റെ വ്യാപ്തി അതിലൂടെ നമുക്ക് തിരിച്ചറിയാനും ബോധ്യപ്പെടാനും കഴിയും പ്രകാശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പൊ രണ്ടാമത്തത് മാലാഖമാരിലുള്ള വിശ്വാസമാണ്. പിന്നീട് കുതുബിഹി വ റുസുലിഹി, എല്ലാ വേദങ്ങളിലും വിശ്വസിക്കണം, എല്ലാ ദൈവദൂതന്മാരിലും വിശ്വസിക്കണം. അള്ളാഹു എല്ലാ വേദങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടും ഒരു പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകൻ മുമ്പുള്ള തന്റെ സഹോദരനെ നിരാകരിക്കുകയോ ആ പ്രവാചകന് നൽകിയ വേദത്തെ തിരസ്കരിക്കുകയോ ചെയ്തുകൊണ്ട് വരുന്ന പ്രവാചകനല്ല. മറിച്ച് ആ വേദത്തെ തന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ട് വരുന്നവരാണ് എല്ലാ പ്രവാചകന്മാരും. അപ്പൊ വേദങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമല്ല എന്നും അത് ഒന്നിന് പിറകെ ഒന്നായി കാലഘട്ടങ്ങളുടെ തേട്ടമനുസരിച്ച് നിയമങ്ങൾ മാറുന്നിടത്ത് വേദങ്ങളുടെ പേര് മാറിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്നതാണെന്നും ഖുർആൻ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബി, വേദ നിയമങ്ങളിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ടവരെ നീ കാണുന്നില്ലയോ? യുദഊന ഇലാ കിതാബില്ല, പൂർണ്ണ വേദ നിയമത്തിലേക്ക് അവരെ വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ആലി ഇമ്രാന് ഈ വിഷയം പറയുന്നുണ്ട്. പലയിടങ്ങളിലും പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബി യശ്തറൂന വലാല, വേദവിഹിതം നൽകപ്പെട്ട നിയമ പങ്ക് നൽകപ്പെട്ട ഒരു വിഭാഗം സ്വയം നാശം പകരം വാങ്ങിയത് നീ കാണുന്നില്ലേ? അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, താഗൂത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നസീബ് എന്ന് പറയുന്ന വാക്കിലൂടെ മുൻകഴിഞ്ഞു പോയ വേദങ്ങളെല്ലാം തന്നെ ഒരു പങ്ക് മാത്രമായിരുന്നു, നിയമ പങ്ക് മാത്രമായിരുന്നു. അള്ളാഹുവിന്റെ ജീവിത നിയമങ്ങളിലെ ഒരു ചെറിയൊരു അംശം കൈകാര്യം ചെയ്തവർ മാത്രമായിരുന്നു, ലഭിച്ചവർ മാത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ വേദങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ള ആ വേദ നിയമങ്ങളുടെ പൂർണ്ണതയെ അവതരിപ്പിച്ച പ്രവാചകനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. അള്ളാഹു ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിത നിയമത്തിന്റെ പൂർണ്ണതയെ നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാനെ അള്ളാഹു മനോഹരമായിട്ട് പിന്നീട് ആ പ്രവാചകന്റെ ദൗത്യ പൂർണ്ണതയെ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഹദീസിലൂടെ ആ പ്രവാചകന്റെ വചനത്തിലൂടെ താൻ ആരാണെന്നും താൻ എന്തൊരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി വന്നു എന്നും റസൂലുള്ള പറയുന്നുണ്ട്. എന്റെയും എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉപമ
കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വജമ്മലഹു ഇല്ലാ മൗളിഅ ലബിനത്തിൻ വാഹിദ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉപമ മനോഹരമായ ഒരു സൗധം പോലെയാണ്. അപ്പൊ എന്റെയും എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാം എന്ന അള്ളാഹുവിൽ നിന്നുള്ള ജീവിത വ്യവസ്ഥിതിയെ അത് എന്റെ മാത്രം ഒരു ഇടപെടൽ കൊണ്ട് പൂർണ്ണമാക്കിയതല്ല എന്നും, മറിച്ച് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഒന്നിന്റെ പൂർണ്ണതയെ എന്നിലൂടെ അള്ളാഹു അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അമ്പിയാക്കന്മാരെയും റസൂലുള്ള ആ ഹദീസിൽ ചേർത്ത് പിടിക്കുന്നത് കാണാൻ പറ്റും. ആളുകൾ വന്നുകൊണ്ട് ആ സൗധം കാണുകയും അതിന്റെ മനോഹാരിതയിൽ ലയിക്കുകയും, എന്തുകൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികയുടെ പഴുത് ഒഴിവാക്കിയിട്ട് പോയത്, അതുകൂടി അടച്ചിരുന്നെങ്കിൽ ഇതിന്റെ സൗന്ദര്യം പൂർണ്ണമാകുമായിരുന്നല്ലോ എന്ന് ആളുകൾ പറയുന്നു. റസൂലുള്ളാഹി പറയുന്നു, ഞാനാണ് അവസാനത്തെ ഇഷ്ടിക, എന്നിലൂടെ അള്ളാഹു ഇതിന്റെ ഈ നിയമത്തെ പൂർണ്ണമാക്കിയിരിക്കുന്നു, പ്രവാചകത്വത്തെ അള്ളാഹു പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ആ ഒരു വിശാല ലോകത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഈമാനിൽ പ്രവാചകന്മാരെ മുഴുവനും ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ അവർക്ക് നൽകിയ വേദങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അങ്ങനെ ഏറ്റവും മാനവികതയുടെ ഏറ്റവും പൂർണ്ണതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അന്ത്യനാളിലുള്ള രൂഢമൂലമായ വിശ്വാസമാണ്. പിന്നെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, നന്മ തിന്മകളെ കുറിച്ചുള്ള ദൃഢബോധ്യമാണ്. അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ബോധ്യമാണ്. ഇങ്ങനെ 6 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ പൊതുവെ ഈമാൻ എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ പൂർണ്ണമായിട്ട് ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കപ്പെടുക എന്ന് ഇതിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈമാന് എന്നത് അത് ഷർത്തുൽ ഖബൂലിൽ അമലി, നമ്മുടെ കർമ്മം സ്വീകരിക്കാനുള്ള നിബന്ധനയിൽപ്പെട്ട ഒന്നാണ്. അപ്പോ ഈ പറഞ്ഞതുപോലെ ഈമാനെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട്, ഈമാൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും, ഏതെല്ലാം കാര്യങ്ങളിൽ രൂഢമൂലമായ വിശ്വാസവും അതുപോലെ തന്നെ കാഴ്ചപ്പാടും അറിവും പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു വാക്കിനെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് ഉൾക്കൊള്ളുന്നതിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു ഒരു ജീവിതത്തിലെ രണ്ടാമത്തെ പൊസിഷനാണ് ഈമാൻ എന്ന് പറയുന്നത്. 3 ഘട്ടങ്ങളാണ് ജീവിതത്തിൽ പ്രവാചകന്മാര് പഠിപ്പിക്കുന്നത്. ഒന്ന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്, അള്ളാഹുവിന് പൂർണ്ണാർത്ഥത്തിൽ കീഴ്പ്പെടുക എന്നുള്ളത്. ഈ കീഴ്പ്പെടാന് ഇമാം ഷഅറാബി പറയുന്നത് പോലെ അള്ളാഹു പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെയും മനുഷ്യനെ തന്നെയും അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈമാൻ രൂഢമൂലമാകണമെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യൻ അവനെക്കുറിച്ചും രൂഢമൂലമായ ചിന്തയും അഗാധമായ പഠനവും നടത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് മുഖല്ലിദിന്റെ ഈമാനൊന്നും ശരിയല്ല എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ കാരണം അതാണ്. നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അതെല്ലാം പറയുന്നത്, അല്ലാതെ സാധാരണക്കാരുടെ ഈമാൻ ശരിയല്ല എന്നുള്ളത് കൊണ്ടല്ല. അങ്ങനെ ഒരു ഉയർന്നു നിന്നുകൊണ്ടൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്, താഴെയുള്ളവർ കുറച്ചെങ്കിലും മേലോട്ട് വന്ന് കാര്യങ്ങളെ നന്നായി പഠിക്കാനും ചിന്തിക്കാനും അവരുടെ കഴിവുകളും സാഹചര്യങ്ങളും സാധ്യമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്രയോഗങ്ങളിലും അവർ നടത്തുന്നത്. അല്ലാതെ അവരാരും അത് പിന്നെ നിങ്ങൾ പിന്നെ ഈ വൃത്തത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആളുകളെ ചിലതെല്ലാം പ്രേരിപ്പിക്കാന്, ഒന്ന് നന്നായി അവരുടെ ജീവിതത്തെ തന്നെ അവർക്ക് ആസ്വദിക്കാന് ഇങ്ങനെല്ലാം പറഞ്ഞാല് സാധ്യമാകും എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന് ഉയർന്നു വരാനും ഒന്ന് ചിന്തിക്കാനും കഴിയുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഔന്നിത്യത്തിലാണ് നിങ്ങൾ വസിക്കേണ്ടത്, താഴേക്ക് പോവേണ്ടവരല്ല. അള്ളാഹുവും അത് എപ്പോഴും ഉപയോഗിക്കും. തആലു, ഇമാം ഷഅറാബി പറയുന്നത് പോലെ, തആലു, നിങ്ങൾ ഔന്നിത്യത്തിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങൾ മുകളിലേക്ക് വരൂ. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീഫയാണ്. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിലൂടെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക്.
നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. വമാ അക്സറുഹും വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. വമാ യുഅ്മിനു അക്സറുഹും, അധിക പേരും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിയുന്നത് അവര് ശിർക്ക് പുലർത്തിക്കൊണ്ടാണ്. അപ്പൊ പടച്ചോന്റെ അളമത്ത് ബോധ്യപ്പെടാതെ, അള്ളാഹുവിന്റെ ഗാംഭീര്യം തിരിച്ചറിയാതെ, അള്ളാഹുവിന്റെ ഇടപെടലിനെ കുറിച്ച്, തദ്ബീറിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മറ്റു സിഫാത്തുകളെ കുറിച്ചൊന്നും വേണ്ട രൂപത്തിൽ അറിയാതെ നമുക്ക് തോന്നിയതുപോലെയുള്ള ഒരു ജീവിതക്രമത്തിലൂടെയാണ് പടച്ചവനിലേക്ക് നമ്മൾ തിരിയുന്നതും പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥനെ നമ്മൾ മനസ്സിലാക്കുന്നതും. അങ്ങനെയല്ല. അള്ളാഹു പഠിപ്പിക്കുന്നത് പോലെ നമ്മളിൽ തന്നെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിന്റെ ഇൽമിനെ, അള്ളാഹുവിന്റെ ഇടപെടലിനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം, ചിന്താപൂർവമായിരിക്കണം അള്ളാഹുവിലേക്കുള്ള മടക്കം, അള്ളാഹുവുമായിട്ടുള്ള സംവാദം, അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത് എന്ന് പഠിപ്പിക്കാണ് പണ്ഡിതന്മാർ അതിലൂടെ ചെയ്യുന്നത്. അപ്പോ അതിനെ പിന്നെ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പിന്നെ അവലം യൻദുറൂ ഫീ മലകൂത്തിസ് സമാവാതി വൽ അർളി, നിങ്ങൾ ആകാശഭൂമികളുടെ അഗാധതയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അതിനിടയിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം അള്ളാഹുവിന്റെ സുഭദ്രമായ സൃഷ്ടികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങളുടെ സമയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഇനി എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് വിശ്വാസം വരിക, നിങ്ങൾക്ക് ദൃഢബോധ്യം വരിക എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മുഖല്ലിദിന്റെ ഈമാൻ ശരിയല്ല എന്നതിൽ പറയുന്നത്. അപ്പൊ നന്നായി നിങ്ങൾ ചിന്തിക്കണം, സാധ്യമാകുന്ന രൂപത്തിലെല്ലാം പഠിക്കണം, നിങ്ങൾ തിരിച്ചറിവ് നേടണം. അങ്ങനെയായിരിക്കണം നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള യാത്ര തുടരേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾ കരസ്ഥമാക്കേണ്ടത്, അറിവ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം അതിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈമാന് ചിന്തയിൽ നിന്ന്, നല്ല അറിവിൽ നിന്ന്, അഗാധമായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നായിരിക്കണം ഈമാന് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത്. ജദ്ദിദു ഈമാനക്കും, ഈമാൻ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. വനവ്വിറു ഖുലൂബക്കും, ഹൃദയത്തെ നിങ്ങൾ എന്താക്കണം? നിങ്ങൾ പ്രഭ കൊണ്ട് നിങ്ങൾ നിറക്കണം. വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രകാശം നിറക്കൂ, നിങ്ങളുടെ ഈമാനിന് നിങ്ങൾ പുതുക്കൂ എന്നെല്ലാം പിന്നെ പരിശുദ്ധ റസൂല് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ നാവ് കൊണ്ട് പറയുക എന്നുള്ളത് മാത്രമല്ല, അറിഞ്ഞുകൊണ്ട്, ഉള്ളറിഞ്ഞുകൊണ്ട്, ആ നാഥന്റെ മഹത്വത്തെ നന്നായി ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. അതിനു വേണ്ടി നിങ്ങളെ തന്നെ അടയാളമാക്കിയിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തെ തന്നെ മഹാ അടയാളമാക്കി, ദൃഷ്ടാന്തമാക്കി അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പോ ഈമാൻ എന്ന് പറയുന്നതിനെ നന്നായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആ വാക്കിനെ പ്രയോഗിക്കേണ്ടത്. ആ ഈമാന് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് അമലുകൾ ചെയ്യണം. അപ്പൊ സ്വാലിഹാത്ത്, അമൽ സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമൽ സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാല് അത് കർമ്മങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് അമൽ സ്വാലിഹാത്ത് എന്ന് പറയാ. അത് പിന്നെ അള്ളാഹുവിന്റെ ശറഇന്, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുള്ള, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമായിക്കൊണ്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അമൽ പാഴായി പോകുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിനെ ബോധ്യപ്പെടാതെ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന്റെ തൃപ്തിയെ കാക്ഷിക്കാതെയുള്ള പ്രവർത്തനമാണ് നാളെ ദൈവിക സന്നിധിയിൽ നിഷ്ഫലമായി പോകുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയിൽ കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നതും അത് നമുക്ക് അനുഗുണമായി തീരുന്നതും അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്ന ജീവിത ക്രമത്തെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവന്റെ തൃപ്തിയെ കാക്ഷിച്ചുകൊണ്ടുമുള്ള കർമ്മങ്ങളാണ്. അത് അമൽ സ്വാലിഹാത്തായിട്ട് മാറുന്നതും അത് ദൈവിക സന്നിധിയിൽ നമുക്ക് അനുഗുണമായി തീരുന്നതും. അപ്പോ അമലു സ്വാലിഹാത്തി, സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക, സുഹൃതങ്ങളെ കൊണ്ട് ജീവിതത്തെ സുഗന്ധപൂർണമാക്കുക. അത് സുഗന്ധപൂർണമാകുന്നത്
ഈ പറഞ്ഞതുപോലെ പ്രപഞ്ചനാഥന്റെ മഹത്വത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് അവനിൽ നിന്നുള്ള തൃപ്തി കാക്ഷിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് അത് അമലു സ്വാലിഹാത്തായിട്ട് മാറുന്നത്. അപ്പൊ സൂറത്ത് ഹജ്ജ് അവസാനിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവരെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂ ചെയ്യുവീൻ, നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ, വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനായ നാഥന് നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുവീൻ, വഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മകൾ അനുഷ്ഠിക്കുകയും ചെയ്യുവീൻ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ട്. അപ്പോ ഫലഹ എന്ന് പറഞ്ഞാൽ ഷക്കൽ അർള എന്നാണ്, ഭൂമിയെ കീറിയെന്ന്. അതുകൊണ്ട് ഫല്ലാഹ് എന്നതിൽ പറഞ്ഞത്, കർഷകന് ഫല്ലാഹ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അവർ സത്യവിശ്വാസി ഒരു കർഷകനെ പോലെയായിരിക്കും. അതെങ്ങനെയാണ് കർഷകനെ പോലെയാകുക? അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞ എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നിടത്ത് റസൂൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അത്? ഖൗലും ബിൽ ലിസാനി, അത് നാവ് കൊണ്ടുള്ള ഉച്ചാരണമാണ്. തസ്ദീഖും ബിൽ ഖൽബി, ഹൃദയം കൊണ്ടുള്ള പൂർണ്ണ എന്താണ്, ഈ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ്. വഅമലും ബിൽ ജവാരിഹി, അത് അവയവങ്ങളെ കൊണ്ടുള്ള പ്രകടനവുമാണ്. അപ്പൊ ഹൃദയത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞ് കർമ്മത്തിൽ അതിനെ അവതരിപ്പിക്കണം. ഒരു കർഷകൻ അങ്ങനെയാണ്. ഒരു കർഷകന് അയാളുടെ ഭൂമിയെക്കുറിച്ച്, ആ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അയാൾക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അതിൽ അയാൾ നിരന്തരം ആ ബോധ്യത്തിൽ നിന്ന് അയാൾ പണിയെടുക്കും, നന്നായി അധ്വാനിക്കും. അവസാനം അയാള് ആ പണിയെടുത്തതിന് ശേഷം അയാൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കും. ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പടച്ചോനെ, ഇനി നിന്റെ കാരുണ്യം എനിക്ക് ആവശ്യമുണ്ട് എന്നാണ്. നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, നിന്നിൽ നിന്നുള്ള കാരുണ്യത്തെ കാക്ഷിച്ചുകൊണ്ട് ഞാനിതാ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കും. മേലോട്ട് നോക്കും. മേലോട്ട് നോക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യ വർഷത്തിന് വേണ്ടിയിട്ടാണ്. മഴ ഇനി എപ്പോഴാ പെയ്യുക, ഞാനതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോ നന്നായി അധ്വാനിച്ചു കഴിഞ്ഞ് അവസാനം ഒരു പ്രതീക്ഷ ഉണ്ട് അള്ളാഹുവിൽ. അത് തുടങ്ങുന്നത് തന്നെ ആ പ്രതീക്ഷയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യങ്ങളുണ്ട് പിന്നീട്. ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസി പടച്ചവനെ ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ജീവിത ഭൂമികയെ ഏറ്റവും നന്നായി കർമ്മം കൊണ്ട് അയാൾ സജീവമാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിലുള്ള പൂർണ്ണ പ്രതീക്ഷയോടുകൂടി കർമ്മത്തെ സജീവമാക്കി കഴിഞ്ഞാൽ, പിന്നീട് അയാൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം, അയാൾക്ക് ഒരു കതിരിൽ 100,000 പിന്നെ കതിരുകൾ വിതറിക്കൊണ്ട് അള്ളാഹു എങ്ങനെയാണോ ഭൂമിയിൽ നിങ്ങളെ സമ്പുഷ്ടമാക്കുന്നത്, അതുപോലെ യൗമുൽ ഖിയാമയിൽ അള്ളാഹു നിങ്ങളെ സമ്പുഷ്ടമാക്കും. ഓരോ കർമ്മങ്ങൾക്കും 10 ഇരട്ടി പ്രതിഫലം നൽകിക്കൊണ്ട് പടച്ചവനെ നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും നല്ല വിരുന്ന് സൽക്കാരം അള്ളാഹു ഒരുക്കുകയും ചെയ്യും. ഇതാണ് ഈമാനെ നന്നായി മനസ്സിലാക്കി, ഈമാൻ എന്ന് പറയുന്ന ഒന്നിനെ ഉൾക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം അമലു സ്വാലിഹാത്ത് ചെയ്യുക. അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളെയും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നന്മകളെ അള്ളാഹുവിന്റെ റിള കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് സൂറത്ത് ഹജ്ജ് യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഉ, അതില് റൂഹുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുണ്ട്. വസ്തുതു, നിങ്ങൾ അള്ളാഹുവിന് നിരന്തരം സാഷ്ടാംഗം നമിക്കണം. അല്ലെ? ഇനി ശേഷം വരുന്ന റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇതിനെ ഒന്നുകൂടി ഇതിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് അമലു സ്വാലിഹാത്തി എന്ന് ഈ റസൂലുള്ളാഹി വിശദീകരിക്കുന്ന ഒരു ആയത്തിൽ ഒരു ഹദീസിനെ വെച്ചുകൊണ്ട് ഇമാം നവവിയും അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമിയും എല്ലാം തന്നെ അതിനെ കർമ്മങ്ങളുടെ പൂർണ്ണതയാണ് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അത് നമുക്ക് ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കാൻ കഴിയും. വസ്തുതു, നിങ്ങൾ അള്ളാഹുവിന് സപ്താംഗം നടത്തുവീൻ,
വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനെ നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ കീഴ്പ്പെടുകയും ചെയ്യുവീൻ. അലുൽ ഖൈറ, നിങ്ങള് എല്ലാ നന്മകളും അനുഷ്ഠിക്കുവീൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ട്. അപ്പോ പിന്നെ 3 ഘട്ടങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന് പൂർണ്ണാർത്ഥത്തിലുള്ള പിന്നെ കീഴ്വണക്കം. ഇസ്ലാം അൽ ഇസ്തിസ്ലാമു, പൂർണ്ണാർത്ഥത്തിലുള്ള കീഴ്വണക്കം. അതുകൊണ്ട് മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നന്മകളെയും സ്വീകരിക്കലാണ് എന്ന് നാം ഷഅറാവി അതിനെ വ്യാഖ്യാനിക്കും. അത് സിഫത്തിനെ ഉൾക്കൊള്ളലാണ്. അതുകൊണ്ടാണ് ആ വാക്കിനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലതുകൊണ്ടും പല നന്മകളെ കൊണ്ടും വ്യാഖ്യാനിക്കുന്നത്. അൽ മുസ്ലിമു ലാ യക്ദിബു, മുസ്ലിം കളവ് പറയൂല. അൽ മുസ്ലിമു ലാ യസ്നി, മുസ്ലിം ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. അൽ മുസ്ലിമു ലാ യഗുഷു, മുസ്ലിം ആരെയും വഞ്ചിക്കുകയില്ല. അൽ മുസ്ലിമു ലാ യദ്ലിമു ജാറഹു, മുസ്ലിം തന്റെ അയൽക്കാരനെ ദ്രോഹിക്കുകയില്ല. കണ്ടോ, ഫഫ്അലുൽ ഖൈറ, എല്ലാ നന്മകളും നിങ്ങൾ ചെയ്യുവീൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ആകാന്ന് പറഞ്ഞാല് നാമം സ്വീകരിക്കലും വേഷം കെട്ടലും ഒന്നും അല്ല. അങ്ങനെ നാമം സ്വീകരിക്കലും വേഷം കെട്ടലും ആണെങ്കിൽ അള്ളാന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ കർമ്മഭൂമിയിൽ ഒരു ദൗത്യവും ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെ പേരും അറബി പേരാണ്, എല്ലാവർക്കും ഒരേ വേഷാണ്. അപ്പോ വേഷം കെട്ടലും അത് നാമം സ്വീകരിക്കലും ഒന്നല്ല. മുസ്ലിം ആകാന്ന് പറഞ്ഞാല് അത് ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഗുണങ്ങളെ സ്വീകരിക്കലാണ്, നന്മകളെ സ്വീകരിക്കലാണ് എന്ന് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ. ആവർത്തിച്ച് ബോധ്യപ്പെടുത്തല് നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ തന്നെ. അത് ആവർത്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പേരുകൊണ്ടും കോലം കൊണ്ടെല്ലാം തന്നെ പിന്നെ നൃത്തമാടുന്ന ഒരു സമൂഹമാണ് നമ്മൾ. സമൂഹത്തെ വ്യത്യസ്ത ശ്രേണികളിലായി വിഭജിച്ച് ഞങ്ങള് ഉത്കൃഷ്ടരും മറ്റുള്ളവർ നിന്ദ്യരുമാണെന്ന്, തരം താന്നവരുമാണെന്ന് സ്വയം ധരിക്കുന്ന ഒരു പിന്നെ മതവർഗ ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ. അമ്പിയാക്കന്മാര് ഒരിക്കലും സ്വീകരിക്കാത്ത വളരെ മ്ലേച്ഛമായ ചിന്തകളെ കൈകാര്യം ചെയ്യുന്നവരാണ്, ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ഏതുപോലെ 5 നേരവും അള്ളാഹു അക്ബർ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ലേ? എല്ലാ അഹങ്കാരങ്ങളും പേറുന്നവന്റെ അഹങ്കാരത്തെ ഉടച്ച് സ്വന്തത്തെ തന്നെ പൂജിക്കുന്ന മനുഷ്യരോട് അള്ളാഹു 5 നേരവും വിളിച്ചു പറയാന് പിന്നെ ആ ഒരു വാക്കുകൾ ഉരുവിടാന് കൽപ്പിച്ചതിലൂടെ നിരന്തരം അത് പൊളിക്കുകയാണ് അള്ളാഹു ചെയ്യുക. നമ്മുടെ എല്ലാം തന്നെ ഒരു ബോധത്തെ, അഹങ്കാര ഭാവത്തെ, എന്തൊക്കെയോ നമ്മൾ തന്നെ സ്വയം ധരിച്ചു വെച്ച് നമ്മൾ ഉണ്ടാക്കിയ വലുപ്പത്തരത്തിലും അള്ളാഹു ഇങ്ങനെ പൊളിക്കുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ള പ്രവാചകൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്രുതരായ പ്രവാചകന്മാരെ വ്യക്തിത്വങ്ങൾ ഉള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ അഹങ്കാര ഭാവങ്ങളെല്ലാം 5 നേരവും നിരന്തരം ഇങ്ങനെ പൊളിക്കുന്നില്ലേ? ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചിന്തകളെ പൊളിക്കാന് നമ്മളും പറയാണ്, നിരന്തരം ഇങ്ങനെ പറയാ. അപ്പോ പിന്നെ 3ാമത്തെ ഘട്ടമാണ് ഇഹ്സാന്. ഈ ഇഹ്സാനാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. ആ ഇഹ്സാനിലേക്ക്, ആ ഇഹ്സാൻ എന്ന് പറയുന്ന ആ ജീവിതത്തിന്റെ ഒരു ഒരു മൂർത്തമായ ഒരു അവസ്ഥയിലേക്ക് ഒന്നൊന്നായി നമ്മളെ കൈപിടിക്കുന്ന കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, ആ സുഹൃതങ്ങൾ നന്നായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുമ്പോൾ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ കടക്കും. ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു മൂർത്തമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോ എല്ലായിടങ്ങളിലും അള്ളാഹുവിന്റെ ദൃഷ്ടിയെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കാഴ്ചയെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതാവസ്ഥ ഉണ്ടാവും. അപ്പൊ കർമ്മങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല കർമ്മങ്ങളായിരിക്കും. അതിലൊരു വളവോ ചെരിവോ ഒന്നുമില്ലാതെ ഏറ്റവും ശരിയായ വഴിയിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നേറുന്നവനായിട്ട് അയാൾ മാറും. അങ്ങനെ അത്തരത്തിലുള്ള കർമ്മങ്ങളെയാണ് അമലു സ്വാലിഹാത്തി എന്ന് പറയുന്നത്. വളവില്ലാത്ത, ചെരിവില്ലാത്ത, ഏറ്റവും നീണ്ടു നിവർന്ന ഒരു ശുദ്ധമായ ഒരു പാതയിലൂടെയുള്ള പിന്നെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അതാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ ശ്രദ്ധേയമായ ഒരു ഹദീസിൽ ഇതിനെക്കുറിച്ച് എണ്ണി പറയുന്നുണ്ട് റസൂലുള്ള. പിന്നെ വിശുദ്ധ ഖുർആനും പലയിടങ്ങളിലായിട്ട് എന്തൊക്കെയാണ്
പിന്നെ അള്ളാഹു നിങ്ങളിൽ നിന്ന് ഭൗതിക ലോകത്ത് അള്ളാഹു ആവശ്യപ്പെടുന്നത്, അള്ളാഹു നിങ്ങളിൽ തേടുന്നത് എന്തൊക്കെയാണെന്നെല്ലാം പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള സുഹൃതങ്ങളെ അള്ളാഹു ചേർത്ത് വെക്കുന്നത് കാണാൻ പറ്റും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി, നിങ്ങള് അതിൽ നിർവഹിക്കണം. അള്ളാഹു കൽപ്പിക്കുന്നു നിങ്ങൾ പൂർണ്ണ നീതി പാലിക്കണമെന്ന്. വൽ ഇഹ്സാൻ, കണ്ടോ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അമലു സ്വാലിഹാത്തും എല്ലാ സുഹൃതങ്ങളും അനുഷ്ഠിക്കണമെന്നും അള്ളാഹു പറയുന്നു. വ ഈതാ ഇതിൽ ഖുർബ, നിങ്ങളെ അടുത്ത ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ കൈകളിലുള്ളതിൽ നിന്ന് അവർക്ക് അവരുടെ വിഹിതം പങ്കുവെക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വയൻഹ, കൽപ്പിക്കുക മാത്രമല്ല അള്ളാഹു തടയുകയും ചെയ്യുന്നു. അനിൽ ഫഹ്ശാഇ, എല്ലാ നീചവൃത്തികളും അള്ളാഹു നിങ്ങളിൽ തടയുകയും ചെയ്യുന്നു. വൽ മുൻകരി, എല്ലാ ദുരാചാരങ്ങളെയും അള്ളാഹു നിങ്ങളിൽ നിന്ന് തടയുന്നു. വൽ ബഗി, അതോടൊപ്പം തന്നെ എല്ലാ അതിക്രമങ്ങളും നിങ്ങളിൽ നിന്ന് അള്ളാഹു തടയുന്നു. യഇദുക്കും, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. ഒരു വിശ്വാസിയുടെ ജീവിതം എന്തൊരു സുഗന്ധപൂർണമാണ്. ഇതാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നീതി അത് വലിയൊരു വിഷയമാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എതിരാണെങ്കിൽ പോലും നീതിയുടെ പക്ഷം ചേരണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള വിവേചനവും പുലർത്തരുത് എന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. ആരാണോ നന്മയുടെ പക്ഷം, ആ നന്മയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ നന്മയെ ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധമുള്ള മനുഷ്യരായി ഭൂമിയിൽ നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ആഗമനം തന്നെ അവര് അള്ളാഹു മീസാനുമായിട്ട് പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുന്നത് പൂർണ്ണ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർക്കിടയിൽ. അപ്പോ ഈ പറഞ്ഞ ആയത്ത് എല്ലാ ആഴ്ചയും നമ്മൾ കേൾക്കുന്നതാണ്. മിമ്പറയിൽ നിന്ന് ഒരു ഇമാമ് അദ്ദേഹത്തിന്റെ ഖുത്ബ അവസാനിപ്പിക്കുന്നത് ഈ ഒരു അധിക ഇമാമുമാരും ഖത്തീബുമാരും ഖുത്ബ നിർവഹിക്കുന്ന പ്രഭാഷണം നിർവഹിക്കുന്ന ആളുകളും വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്ന മനുഷ്യരോട് അടുത്ത ആഴ്ച വരെ ഈ കർമ്മങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ജീവിതത്തിൽ പാലിക്കാൻ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ കൽപ്പനയുള്ള ഈ വചനം മുമ്പിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് അവരുടെ ഖുത്ബയെ അവർ അവസാനിപ്പിക്കുക. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ നമ്മൾ അങ്ങനെയല്ലേ കേൾക്കാറ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അതെല്ലാം നമ്മുടെ പരിസരങ്ങളിൽ ഇതിനനുസരിച്ചുള്ള ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അമലു സ്വാലിഹാത്ത് കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ സമ്പുഷ്ടമാക്കേണ്ടതുണ്ട്. ഖുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, എന്റെ ദാസന്മാരോട് ദൈവദൂതരെ അങ്ങ് പറയണം, നിങ്ങൾ നല്ല വർത്താനം മാത്രമേ പറയാൻ പാടുള്ളൂ, നല്ലത് മാത്രം പറയണം. മനുഷ്യർക്കിടയിൽ കുഴപ്പങ്ങളും അതുപോലെ തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുകളും സൃഷ്ടിക്കുന്ന വർത്താനങ്ങൾ പറയരുത്. കാരണം എവിടെയാണോ മോശമായ വാക്കുപയോഗിക്കുന്നത് അവിടെ പിശാച് ഇടപെട്ട് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. പിശാച് നിങ്ങളുടെ കടുത്ത ശത്രുവാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ കേരളീയ പരിസരം ഈ ഒരു ആയത്തിനെ സൂക്ഷ്മമായി വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണ്ടാത്തത് പറഞ്ഞ് എല്ലാ അമലുകളും പാഴാക്കി കളയുന്ന, നിഷ്ഫലമാക്കി കളയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതെല്ലാം വലിയ സുഹൃതമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നുണ്ട് സഹാബികളോട്, ആരാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനെന്ന് നിങ്ങൾക്കറിയുമോ? ഹൽ തദറൂന മനിൽ മുഫ്ലിസ്, പാപ്പരനായി പോയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? പാപ്പരനായി പോയ ആളുകളെ കുറിച്ച് നമ്മളിപ്പോ ഈ ആയത്തിന്റെ മേലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. അള്ളാന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാന്റെ റസൂല്
അതിന് സ്വഹാബികൾ ഉത്തരം പറയുന്നുണ്ട്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ മതാഅ വലാ ദിർഹമ. ഭൗതികമായി ഒന്നുമില്ലാത്തവനാണ്, സമ്പാദ്യമില്ലാത്തവനാണ്, ഭൗതിക ആ, ഭൗതികമായ ഒരു സമ്പത്തും ഇല്ലാത്തവനാണെല്ലാം നഷ്ടപ്പെട്ടവൻ. അള്ളാന്റെ റസൂല് എന്നിട്ട് അപ്പൊ സ്വഹാബികൾ പറയുന്നതിനെ റസൂൽ പിന്നീട് തിരുത്തുന്നുണ്ട്. അൽ മുഫ്ലിസു ഫി ഉമ്മത്തി, എന്റെ ജനതയിൽ എല്ലാം നഷ്ടപ്പെട്ടവൻ എന്ന് വെച്ചാല് മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസകാത്തിൻ വസിയാമിൻ യഅതി ഖദ ശതമ ഹാദാ വഖദഫ ഹാദാ വളറബ ഹാദാ വഅക്ല മാല ഹാദാ യുഖദു മിൻ ഹസനാതിഹി ثم يعطى لهذا وهذا ثم يطرح في النار. എന്റെ സമൂഹത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവന്, സുഹൃതം നഷ്ടപ്പെട്ടവന്, അമലുസ്വാലിഹാർ നഷ്ടപ്പെട്ടവന്, ഇഹ്സാന് നഷ്ടപ്പെട്ടവന്, അവന് ഒരുവനാണ്. അവന് സ്വലാത്ത് ഉണ്ടാവും, സക്കാത്ത് കൊടുക്കും, ധർമ്മല്യം ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഏറ്റവും കുഴപ്പം സൃഷ്ടിക്കുന്നവനെ കാരോനെ വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട് ആളുകളുടെ സമ്പത്തുകൾ അന്യായമായി എടുത്ത് ഭക്ഷിക്കും, ആളുകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കും, അങ്ങനെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കും. എന്നാൽ പ്രത്യക്ഷത്തിലോ നല്ല നിസ്കാരക്കാരനേക്കാരം, നോമ്പുകാരനേക്കാരം, കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണും ചെയ്യും. അവന്റെ കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകൂല എന്ന അള്ളാഹു, അത് നിഷ്ഫലമായി പോകുന്നതാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ നല്ലത് മാത്രം പറയുക. ഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ നല്ലത് ചെയ്യുക, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ യഖൂലുല്ലതി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായ വാക്കുകൾ പറയുക, പിശാച് നിങ്ങളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിച്ചൊരു ഹദീസ് പറയാം. അൻ അബി മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി അത് ഈമാന്റെ പാതിയാണ്. അത് വാക്കിലുള്ള ശുദ്ധിയുണ്ട്. ശുദ്ധി രണ്ട് തരത്തിലാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അത് ഉള്ളിലുള്ള ശുദ്ധിയും പുറമേയുള്ള ശുദ്ധിയും. നമ്മൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് നമ്മള് നല്ല വസ്ത്രം ധരിച്ച് നടന്നിട്ട് കാര്യമില്ല, ഉള്ള് എപ്പോഴും ശുദ്ധമായിരിക്കണം. അപ്പൊ ഹൃദയം ശുദ്ധമായിരുന്നാൽ നമ്മുടെ പുറം ഏറ്റവും ശുദ്ധമായിരിക്കും. ഉള്ളു മോശമാകുകയും പുറമേ നമ്മൾ വസ്ത്രം കൊണ്ടോ ഉടയാട കൊണ്ടോ അതിനെ അലങ്കൃതമാക്കിയിട്ടൊരു കാര്യമില്ല. അപ്പൊ ശുദ്ധിയെ ഈ പറഞ്ഞ രണ്ട് രൂപത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ സമീപിക്കണം. അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാന്റെ പാതിയാണ് ശുദ്ധി എന്നുള്ളത്. അത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, നിങ്ങളുടെ ശരീരത്തിന്റെ ശുദ്ധിയാണ്, നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന നിരന്തരമുള്ള ഉരുവിടലുണ്ടല്ലോ, അത് തംല ഉൽ മീസാന, നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മുടെ ത്രാസിൽ ഭാരമായിട്ട് മാറും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നുള്ളത് തംല ആനി മാ ബൈന സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കുള്ളതിൽ ഇടയിലുള്ളതിന് അത് നിറക്കും. അപ്പൊ നിരന്തരം സുഹൃതം അനുഷ്ഠിക്കാൻ, അമലുസ്വാലിഹാത്ത് അനുഷ്ഠിക്കാൻ ഹംദ് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഹംദിന്റെ പ്രത്യേകത എന്താണ്? ഹംദ് അത് ശുക്ർ പോലെയല്ല. ശുക്ർ എന്ന് പറഞ്ഞാല് നമുക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മക്ക് പകരമായി നമ്മൾ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ചെയ്യുന്ന ഒന്നാണ് ശുക്ർ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടണം. എന്നാൽ നമുക്ക് കിട്ടിയതിന് മാത്രമല്ല ഹംദ്, വേറൊരാൾക്കൊരു നന്മ കിട്ടിയാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. അതൊരു സത്യവിശ്വാസിയുടെ ഹൃദയവിശുദ്ധിയുടെ മൂർത്തമായ അടയാളാണ്. എല്ലാവരുടെയും നന്മയിൽ സന്തോഷിക്കുന്ന, ആ നന്മക്ക് തന്നെയും അള്ളാഹുവിന് ഹംദ് പറയുന്ന ഒരവസ്ഥാവിശേഷം. ഏതൊരു മനുഷ്യന്റെയും നന്മയിൽ അള്ളാഹുവിന് ഹംദ് പറയുക, അതിൽ സന്തോഷിക്കുക, അസൂയയില്ലാത്ത അവസ്ഥ ഉണ്ടാകുക, മനസ്സ് എപ്പോഴും വിശുദ്ധമായി നിൽക്കുക, അത് പടച്ചോനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യമാണ്. നമ്മളിൽ എന്തെല്ലാം അസൂയക്കുള്ളിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ആരോടൊക്കെയാണ് വെറുപ്പ്, ആരോടൊക്കെയാണ് അസൂയ. അപ്പോ ഹംദ് ഇങ്ങനെ പറയുക, അതിങ്ങനെ മീസാന നിറക്കുക, ആകാശ ഭൂമികൾക്കിടയിലുള്ളതിനെ ഹംദ് കൊണ്ടും തസ്ബീഹ് കൊണ്ടും ഇങ്ങനെ നിറക്കുക. അങ്ങനെ സുഹൃതങ്ങളെ കൊണ്ട്
ജീവിതത്തെ നാം ഈ പറഞ്ഞതുപോലെ സുഗന്ധപൂർണമാക്കുക. അപ്പൊ ഈ വാക്കെല്ലാം ഉരുവിടണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം, കർമ്മങ്ങളും ശുദ്ധമായിരിക്കണം. അതാണ് ഇതിലൂടെ എല്ലാം പറയുന്നത്. ഇമാം പിന്നെ ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി പറയുന്നത്, കർമ്മങ്ങളുടെ ഒരു പൂർണ്ണതയെ ഈ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയും ഇതിനെ ആ രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മള് ഇതിന്റെ ശേഷമുള്ള റസൂലുള്ള പറയുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞാല് ഈ ഇമാം നബവിയും ഹൈതമിയും എല്ലാം പറഞ്ഞ അതിന്റെ ആ വിശാലമായ തലത്തെ നമുക്ക് ഈ വചനത്തിൽ കാണാം. പിന്നെയോ വസ്വലാത്തു നൂറുൻ, 5 നേരത്തിലുള്ള അള്ളാഹുവിന്റെ മുമ്പിലുള്ള നന്ദി പ്രകാശനം ഉണ്ടല്ലോ, സ്വലാത്ത് എന്ന് പറയുന്നത്, അത് നൂറുൻ, അത് വെളിച്ചമാണ്. അപ്പൊ ഇരുളിനെ നീക്കാൻ 5 നേരത്തിലുള്ള അള്ളാഹുവിന്റെ മുമ്പിലുള്ള സുജൂദ് നിങ്ങൾക്ക് പ്രേരണ നൽകും. എല്ലാ ഇരുട്ടിനെയും അത് മായ്ച്ചുകൊണ്ടേയിരിക്കും. ഇരുട്ടില്ലാത്ത അവസ്ഥയാണ് വെളിച്ചം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് തുരത്താൻ പറ്റും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഇരുട്ടുണ്ടാക്കാന് ഒരു ഇരുട്ടുള്ള ടോർച്ച് ലോകത്ത് ആരെങ്കിലും ഉണ്ടാക്കും? അപ്പൊ വെളിച്ചമാണ് അടിസ്ഥാനം. അപ്പൊ നിങ്ങളെ എപ്പോഴും പ്രഭയിലാക്കി ഇതിങ്ങനെ നിർത്തും. അസ്വലാത്തു നൂറുൻ, സ്വലാത്ത് വെളിച്ചമാണ്. വസ്വദഖത്തു ബുർഹാനുൻ, ധർമ്മം ചെയ്യുക, നിരന്തരം ധർമ്മം ചെയ്യുക, അത് ദലീലുൻ അലാ സുദ്ഖിൽ ഈമാനി. അത് ഈ ഹദീസ് പെട്ടത് കേട്ടോ, ഞാൻ അതിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞതാണ്. ദലീലുൻ അലാ സുദ്ഖിൽ ഈമാനി, അത് നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നുള്ളതിനുള്ള സാക്ഷ്യമായിരിക്കും സദഖ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടൊരു സത്യവിശ്വാസിയിലൂടെ ലോകം എപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കും. പാവപ്പെട്ടവൻ എപ്പോഴും അവന്റെ ജീവവായു അവന് ലഭിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, നിങ്ങൾ പ്രഭാതത്തിൽ ധർമ്മം ചെയ്യുവീൻ, മാലാഖമാർ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രദോഷത്തിൽ ധർമ്മം ചെയ്യുവീൻ. അപ്പൊ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതം, അത് നിരന്തരമുള്ള പിന്നെ ചലനാത്മകമായ ധർമ്മങ്ങളെ കൊണ്ടുള്ള സജീവത, അതിങ്ങനെ നിലനിർത്തും എല്ലാം കൊണ്ടും. അതാണ് വസ്വദഖത്തു ബുർഹാനുൻ. ബുർഹാൻ എന്ന് പറഞ്ഞാല് ദലീലുൻ അലാ സുദ്ഖിൽ ഈമാൻ, ഈമാൻ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് അത് എന്നാ. പിന്നെയോ വസ്വബറു ലിയാഉൻ, ക്ഷമ കൈകൊള്ളുക ജീവിതത്തിൽ. അത് ലിയാ ആണെന്ന് പറഞ്ഞാല് അത് ശക്തമായ വെളിച്ചത്തിനാണ് എന്തെന്ന് പറയാ, ലിയാ എന്ന് പറയാ. അത് പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശം നിങ്ങൾക്ക് ലഭിക്കും. ക്ഷമ ഉണ്ടാകുക. പല ആൾക്കാർക്കും ക്ഷമയില്ലാത്തതാണ് അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അവധാനതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അത് വ്യക്തി വിഷയമാവട്ടെ, ഒരു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാവട്ടെ, ഇതിലെല്ലാം ശൂറ നടത്തിയിട്ട് അവധാനതയോട് കൂടിയിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണം. അതും അമലു സ്വാലിഹാത്തിന്റെ ഒരു ഭാഗമാണ്. അതില്ലാതെ എടുത്തു ചാടിയിട്ട് കാര്യങ്ങളെ പറയുകയും ഒരു സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ 100,000 ആളുകൾ ചേർന്നിരുന്ന് വ്യത്യസ്ത കോണുകളിൽ നിന്ന് പറയാതിരിക്കുകയും പിന്നെ ചെയ്യുക. എന്നിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് അവധാനതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അത് അമലു സ്വാലിഹാത്തിൽ പെട്ടതാണ്. അപ്പൊ വസ്വബറു ലിയാഉൻ, ക്ഷമ എന്നുള്ളത് അത് പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശം നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. വൽ ഖുർആൻ ഹുജ്ജത്തുൻ, ഖുർആൻ നിങ്ങൾക്ക് അത് സാക്ഷിയാണ്. ഒന്നില്ലെങ്കിൽ അനുകൂലമായി, അല്ലെങ്കിൽ ഔ അലൈക, നിനക്ക് പ്രതികൂലമായി സാക്ഷിയാണ്. കുല്ലുന്നാസി തഖ്ദു, എല്ലാ മനുഷ്യരും പ്രഭാതത്തിൽ കർമ്മങ്ങളിൽ മുഴുകും. ഫബായിഉ നഫ്സഹു, അയാളെ തന്നെ വിൽക്കും. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നല്ല സുഹൃതങ്ങൾ അനുഷ്ഠിച്ച് ഒരാള് അയാളെ തന്നെ വിൽക്കും. ഫമുഅ്തിഖുഹ, അങ്ങനെ ആ വിൽപ്പന നടത്തിക്കൊണ്ട് നരകത്തിൽ നിന്ന് അയാളെ രക്ഷിക്കും. ഔ മൂബിഖുഹ, അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അയാളെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോ എല്ലാ അമലു സ്വാലിഹാത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു വചനത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പോ അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാല് എല്ലാ നന്മകളെയും അനുഷ്ഠിക്കലും, നമുക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ജീവിക്കുന്ന പരിസരങ്ങൾക്ക് വേണ്ടിയെല്ലാം തന്നെ എല്ലാ സുഹൃതങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം.
അത് തന്നെ അള്ളാഹുവിന്റെ പ്രീതിയെ പൂർണ്ണാർത്ഥത്തിൽ കാക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാനത്തുലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അള്ളാഹു ഫിർദൗസ് പിന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഫിർദൗസ് എന്ന് പറഞ്ഞാല് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ഇടമാണ്. റസൂലുള്ള പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലുല്ലാഹൽ ഫിർദൗസ, അള്ളാഹുവിനോട് നിങ്ങൾ എന്താക്കണം, ഫിർദൗസ് ചോദിക്കണം എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. അല്ലേ? അത് അഫ്ളലുഹാ വഅലാഹ, ഏറ്റവും സ്വർഗത്തിലെ ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു ഇടമാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. ഖുർആനും ഇത് പറയുന്നുണ്ട്. ഉലായിക ഹുമുൽ പിന്നെ ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ, ഫിർദൗസിനെ അനന്തരം എടുക്കുന്നവർ ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതമായി വസിക്കുന്നവരായിരിക്കും. അപ്പോ പിന്നെ ഫിർദൗസ് എന്ന് പറഞ്ഞാല് സ്വർഗത്തിലെ ഉന്നതമായ ഒരു ഇടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഉമ്മു ഹാരിസയോട് പറയുന്ന ഒരു വർത്താനുണ്ട്. അവരുടെ മകന് ബദർ യുദ്ധത്തിലാണെന്ന് തോന്നുന്നുണ്ട്, പിന്നെ ഹാരിസത്ത് ബിനു സുറാഖ മരിക്കുന്ന രംഗണ്ട്. ആ സമയത്ത് അവരോട് ഉമ്മ റസൂലുള്ളാഹിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലെ, എന്റെ മകന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാം, ഇനി അതല്ലാത്തൊരു ജീവിതാവസ്ഥയാണെങ്കിൽ റസൂലെ, ഞാൻ എന്റെ മകന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞപ്പോഴ് അള്ളാന്റെ റസൂൽ അവരോട് പറയുന്ന ഒരു വർത്താനുണ്ട്. ഇന്നഹാ ജിനാനും ഫിൽ ജന്ന, സ്വർഗത്തിൽ ധാരാളം പിന്നെ സ്വർഗീയ ലോകങ്ങളുണ്ട്. ഇബ്നക്കി അസ്വാബൽ ഫിർദൗസ, അങ്ങയുടെ മകൻ ഫിർദൗസ് കരസ്ഥമാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഫിർദൗസൽ അഅല, ഉന്നതമായ ഫിർദൗസിനെ അങ്ങയുടെ മകൻ കരഗതമാക്കിയിരിക്കുന്നു. അൽ ഫിർദൗസു റബ്വത്തുൻ, ഫിർദൗസ് എന്ന് പറഞ്ഞാല് സ്വർഗത്തിലെ ഉന്നതമായ ഒരു ഇടമാണ്. പിന്നെ റബുവത്തുൻ, എന്നിട്ട് പറയാ റബുവത്തുൽ ജന്നത്തി, സ്വർഗത്തിലെ ഉന്നതമായ ഒരു ഇടമാണ്. വ ഔസത്തുഹാ വ അഫ്ളലുഹാ, അതിന്റെ മധ്യമാണ്, അതോടൊപ്പം തന്നെ അത് ഉന്നതവുമാണ്. മറ്റൊരു ഹദീസിൽ പറയാം, അതിൽ നിന്നാണ് 4 നദികൾ ഒഴുകുന്നത് എന്ന് റസൂലുള്ള പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിർദൗസുമായി ബന്ധപ്പെട്ട ധാരാളം പിന്നെ വിശദീകരണങ്ങൾ വ്യത്യസ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതായാലും നുസുൽ എന്ന് പറഞ്ഞാല് ഒരു അതിഥിക്ക് അയാളെ ഏത് രൂപത്തിലാണോ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അയാളെ നമ്മൾ സ്വീകരിക്കുന്നത്, ഇതുപോലെ ഒരു പൂർണാർത്ഥത്തിലുള്ള ഒരു സ്വീകരണം പിന്നെ ഒരുക്കുന്നതിനാണ് നുസുലി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അറബിയിൽ. അപ്പോ ഏറ്റവും നന്നായി ആദരിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണം, ഇത് അള്ളാഹു നിങ്ങൾക്ക് ഫിർദൗസ് നൽകിക്കൊണ്ട് ഇത്തരം അമലുകൾ ചെയ്യുന്ന, സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു നമ്മളെല്ലാം സുഹൃതം അനുഷ്ഠിക്കുന്ന സച്ചരിതരായ മനുഷ്യരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം. ഈ ഹംദും ശുക്റും പറഞ്ഞില്ലേ, ഒരു ചെറിയ ഹംദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഹംദ് എന്ന് പറയാം. അതെ അതെ അതെ, എല്ലാവർക്കും കൂടി ഉള്ളതാന്നുള്ള നിങ്ങൾ എന്തൊരു വാക്ക് പറഞ്ഞു. മറ്റുള്ളവർ ഹംദ് നിങ്ങൾക്കുള്ള ഗുണത്തിലും മറ്റുള്ളവർക്കുള്ള ഗുണത്തിലും നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. ശുക്ർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് നടത്തുന്ന ഒരു പ്രതികരണത്തിനാണ് ശുക്ർ എന്ന് പറയാ. ഈ ഹംദിന്റെ പിന്നെ വിശാലമായ അർത്ഥത്തിൽ വരുന്ന 3 വാക്കുകളുണ്ട് അറബിയിൽ. ഒന്ന് സനാ എന്ന് പറയും, മറ്റൊന്ന് ശുക്ർ എന്ന് പറയും, മറ്റൊന്ന് മദ്ഹ് എന്ന് പറയും. എന്നാൽ ഈ 3 വാക്കിനും അതിന്റെ ഇടങ്ങളിൽ അതിൻ്റെതായിരിക്കുന്ന അർത്ഥമുണ്ട്. എന്നാൽ ഹംദ് എന്ന് പറയുന്ന ഒന്നിന്റെ പിന്നെ വിശാലമായ അർത്ഥത്തെ അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നല്ലാണ് ഭാഷാ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുക. അപ്പൊ ഹംദ് എന്ന് പറഞ്ഞാല് അത് നിരുപാധികമായ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകാശനമാണ്. ശുക്ർ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പിന്നെ ഒരു നന്മക്ക് പിന്നെ പ്രത്യുപകാരമായി നടത്തുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ വേറൊരാൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടെന്ന് നമ്മൾ പോയി പറയോ? നിങ്ങൾക്ക് നന്ദി കിട്ടോ എന്ന് നമ്മൾ പറയില്ല. അപ്പോ പിന്നെ
അതുപോലെ തന്നെ സനാ, പുകഴ്ത്തുക. അപ്പോ പിന്നെയോ മദ്ഹ്, ഒരാളെ മുഖസ്തുതി പറയുക. എന്നാൽ അതിലെല്ലാം അയാളെ സ്തുതിക്കുക എന്നുള്ളതുണ്ട്. അതിന്റെ ഒരു മേൽപ്പരപ്പിൽ നിന്ന് നമുക്ക് അതിനങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. എന്നാൽ ഹംദ് എന്ന് പറഞ്ഞാല് ഇതിനെല്ലാം അപ്പുറം അത് മനസ്സുകൊണ്ട് ശുദ്ധമായി അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ ഒരു നന്ദി പ്രകാശനമായിരിക്കും ഹംദ് എന്ന വാക്ക് ഒരാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഈ സൂറത്ത് കഹ്ഫിൽ തന്നെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹിന്റെയും ഹംദിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്നും തസ്ബീഹ് എന്തിനാണെന്നും ഹംദ് എന്തിനാണെന്നും നമ്മൾ സൂറത്ത് കഹ്ഫ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അവസാനിപ്പിക്കുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ പാപങ്ങളെല്ലാം പൊറുക്കട്ടെ. സ്വാലിഹീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ മാതാപിതാക്കൾക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും ഗുരുനാഥന്മാർക്കും നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ സ്നേഹിച്ച പലരും ഈ അടുത്തായിട്ട് മരിച്ചുപോയി. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് നമ്മളെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.